തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ പ്രചാരണങ്ങൾ നടത്തുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. മാമല്ലപുരം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി സുധീർ ഷാ പാലോടിന് വേണ്ടിയാണ് പ്രചാരണം. സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വകുപ്പ് ഓഡിറ്റ് ഡിവിഷനിലെ ഡെപ്യൂട്ടി കമ്മീഷണറായ സന്തോഷ് മോഹനനാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. സന്തോഷ് മോഹനൻ പ്രചാരണം നടത്തുന്ന ദൃശ്യവും പുറത്തുവന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, എന്താണ് ഈ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചാരണത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉള്ള ആളാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് വോട്ട് തേടി ഇറങ്ങുന്നത് ലംഘനമാണ്, ചട്ടലംഘനമാണല്ലോ? കൃഷ്ണരാജ, തീർച്ചയായും അങ്ങനെയാണ്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായിക്കോട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനായിക്കോട്ടെ നിരന്തരം UDFന് വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി രംഗത്തുണ്ടായിരുന്നു. ഇത് നിരവധിയായി പരാതിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അരികിലേക്കടക്കം വന്നതാണ്. പക്ഷേ അപ്പോഴൊന്നും കമ്മീഷൻ നടപടി സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് അദ്ദേഹത്തിനെ നിശ്ചയിച്ചിരിക്കുകയാണ്. വാമനാപുരം നിയോജക മണ്ഡലത്തിൽ ആണ് ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വകുപ്പ് ഓഡിറ്റ് ഡിവിഷനിലെ ഡെപ്യൂട്ടി കമ്മീഷണറാണ് സന്തോഷ് മോഹനൻ. ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതും കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്നതും ഒപ്പം തന്നെ വാമനപുരത്തെ UDF സ്ഥാനാർത്ഥിയായ സുധീർ ഷാ പാലോടിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി വോട്ട് പിടിക്കുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ജനം TV അടക്കം ഇത് വാർത്ത നൽകിയതുമാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പരാതി എത്തിയിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ് ചില പൊതുപ്രവർത്തകർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കറിയാം, സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾ വേണം, നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ വേണം തെരഞ്ഞെടുപ്പിന്റെ ഡ്യൂട്ടിയിലുമൊക്കെ നിൽക്കേണ്ടത് എന്നുള്ളതാണ് ചട്ടം. പക്ഷേ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിശ്ചയിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ വരെ അട്ടിമറിക്കുമെന്നുള്ള പരാമർശങ്ങളും വാർത്തകളും ഒക്കെ നിരന്തരം വരുന്നതിനിടയിലാണ് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ സർക്കാർ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. ഇന്നിപ്പോൾ കലാശക്കൊട്ടാണ്. ആ കലാശക്കൊട്ടിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് പോലും സന്തോഷ് രംഗത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ UDF സ്ഥാനാർത്ഥി സുധീർ ഷാ പാലോടിന് വേണ്ടി വോട്ട് തേടി സന്തോഷ് മോഹൻ പ്രചരണം നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിലൂടെ പ്രേക്ഷകർ കാണുകയും ചെയ്തത്. എന്തായാലും അവിടുത്തെ പൊതുപ്രവർത്തകരെ ഒപ്പം തന്നെ ഈ ജോലിയിൽ ഇരുന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു, പരാതി നൽകുമെന്ന് പറഞ്ഞവരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പൊതുമധ്യത്തിൽ ഇറങ്ങി ഇത്തരത്തിലൊരു രാഷ്ട്രീയ പ്രവർത്തനം സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള സന്തോഷ് മോഹനൻ നടത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി എന്തായിരിക്കും തുടർച്ചയായി ഇയാൾക്കെതിരെ ഉയർന്നിട്ടുള്ള പരാതിയിൽ ഇലക്ഷൻ കമ്മീഷൻ എടുക്കാൻ പോകുന്ന നടപടി എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇദ്ദേഹത്തിനെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി നിർത്തണം. ഒപ്പം തന്നെ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യണം സർവീസിൽ നിന്ന് അടക്കമുള്ള ആവശ്യങ്ങളാണ് ഈ പരാതിയിൽ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കമ്മീഷന്റെ കൈകളിലാണ് പരാതി. അതിൽ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും തുടർച്ചയായി ചട്ടങ്ങൾ ലംഘിക്കുന്ന സന്തോഷിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണരാജൻ, ശരി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.